Hi guys, welcome to my YouTube channel. The Hidden Venice of Kerala എന്നറിയപ്പെടുന്ന മൺട്രോ ഐലൻഡിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലിനും കല്ലടയാറിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ഐലൻഡാണ് മൺട്രോ തുരുത്ത്. കൂടുതൽ വിശേഷങ്ങൾ കാണുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ചാനലിന്റെ നോട്ടിഫിക്കേഷൻസിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ട്രിവാൻഡ്രത്തിൽ നിന്നും മൺട്രോ ഐലൻഡിലേക്ക് 2 hours ആണ് ട്രാവലിംഗ് ടൈം വരുന്നത്. ഗൂഗിൾ മാപ്പിൽ മൺട്രോ ഐലൻഡ് എന്ന ലൊക്കേഷൻ കൊടുത്താണ് ഞങ്ങൾ പോയത്. ബട്ട് അത് എത്തുന്നതിൻ്റെ കുറച്ചു മുൻപ് 1-2 ബോട്ടിംഗ് സർവീസുകളുടെ ബോട്ട് കണ്ടായിരുന്നു. മെജസ്റ്റിക് ബോട്ടിംഗ് സർവീസിൻ്റെ ആള് നമ്മളോട് വന്ന് സംസാരിച്ച് അങ്ങനെ റേറ്റ് കൺവീൻസ്ഡ് ആയപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ പോവാമെന്ന് കരുതി. ബോട്ടിൽ നമ്മൾ കുറേ സ്ഥലങ്ങൾ പോയിട്ടുണ്ടാവും, പക്ഷേ തോണിയിൽ ഇത്രയും മനോഹരമായ കാഴ്ചകൾ കണ്ടു പോകുന്നത് ഇതാദ്യമായിട്ടാണ്. ചെറിയ ചെറിയ വഴികളിലൂടെ, വീടുകളുടെ ഇടയിൽ കൂടെ, കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകണമെങ്കിൽ തോണിയിൽ പോയേ പറ്റൂ. ഇടയ്ക്കിടയ്ക്ക് പാലങ്ങൾ വരുമ്പോൾ നമ്മൾ കുനിഞ്ഞും നിവർന്നുമൊക്കെ പോകണം. ഇതൊക്കെ ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് കാണും, ഇത് നേരത്തെ ബുക്ക് ചെയ്യണോ, എത്രയാണ് റേറ്റ് വരുന്നത്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എന്നൊക്കെ. ബിക്കോസ് എനിക്കും പോകുന്നതിന് മുൻപ് സെയിം ഡൗട്ട്സ് ഉണ്ടായിരുന്നു. സോ കമ്മിങ് ടു ദാറ്റ്, കനോ ടൂർ മാത്രമാണെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ധാരാളം ബോട്ടിംഗ് സർവീസുകൾ അവൈലബിൾ ആണ്. പിന്നെ റേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മെജസ്റ്റിക് ബോട്ടിംഗ് സർവീസിൻ്റെ റേറ്റ് വരുന്നത് 1 hourന് 2 പേർക്ക് 600 rupees, 2 hours-ന് 1200 rupees ആൻഡ് 3 hours-ന് 1500 rupees ആണ്. ഞങ്ങൾ 2 പേരായതുകൊണ്ട് മിനിമം 2 hours റൈഡെങ്കിലും എടുക്കണമെന്ന് അവർ ആദ്യമേ പറഞ്ഞിരുന്നു. 3 hours റൈഡ് എടുത്താൽ സാമ്പ്രാണിക്കോടിയിലെ പോലെ കായലിന്റെ നടുവിൽ കുറച്ചു നേരം വെള്ളത്തിൽ നിൽക്കാം. കനോ ടൂർ അല്ലാണ്ട് ഷിക്കാര ബോട്ടിംഗ്, കയാക്കിംഗ്, സൺറൈസ് ട്രിപ്പ്, സൺസെറ്റ് ട്രിപ്പ് എന്നിങ്ങനെ കുറെ ആക്ടിവിറ്റീസ് അവിടെയുണ്ട്. സോ പ്ലാൻ അക്കോർഡിംഗ്ലി. നെറ്റിട്ട് വെച്ചിരിക്കുന്നത് കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലായോ? പൊന്മാൻ സിനിമ കണ്ട എല്ലാവർക്കും മൺട്രോ ഐലൻഡും ചെമ്മീൻ കൃഷിയും ഫെമിലിയർ ആയിരിക്കും. കുറെ ചെമ്മീൻ കൃഷികൾ നമുക്ക് പോകുന്ന വഴിക്കെല്ലാം തന്നെ കാണാം. തോണിയിൽ പോകുമ്പോൾ 2 ഭാഗത്തും ചെമ്മീൻ കൃഷിയാണ്.
മൺട്രോ ഐലൻഡ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഇന്റർനെറ്റിൽ ആദ്യം കാണിക്കുന്നത് ഈ ഒരു ഫോട്ടോ ആയിരുന്നു. ഈ യാത്രയുടെ ഏറ്റവും മനോഹരമായ വ്യൂ എന്ന് പറയുന്നതും ഇത് തന്നെ ആയിരുന്നു. എല്ലാ തോണികളും ഇവിടെ നിർത്തിയിടും. ഇതിന്റെ മുകളിൽ കയറിയോ അല്ലാതെയോ നമുക്ക് ഫോട്ടോസ് എടുക്കാവുന്നതാണ്. ദൂരെ കാണുന്നതെല്ലാം ഓരോ ഐലൻഡുകളാണ്. അവിടേക്ക് പോകണമെങ്കിൽ സൺറൈസ് ട്രിപ്പ് എടുക്കണം എന്നാണ് പുള്ളി പറഞ്ഞത്. സാമ്പ്രാണിക്കൊടി പോലെ തന്നെ ഇവിടുത്തെ ഒരു ഐലൻഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്നും അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയാൽ പിന്നെ നല്ല തിരക്കായിരിക്കും ഇവിടെ എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. നമ്മൾ അങ്ങനെ യാത്ര തിരിക്കുകയാണ്. വന്ന വഴിയിലല്ല നമ്മൾ തിരിച്ചു പോകുന്നത്. കുറേ റിസോർട്ട്സ് നമുക്ക് പോണ വഴിക്ക് കാണാൻ പറ്റും. പിന്നെ 3 വീടുകൾ മാത്രമുള്ള ഐലൻഡൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ പുള്ളി നമുക്ക് കാണിച്ചു തന്നായിരുന്നു. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും തോണിയുണ്ട്. ഒരു വീട്ടിൽ നിന്ന് ഇന്നൊരു വീട്ടിലേക്ക് അവർ പോകുന്നത് തോണി വഴിയാണ്. നിങ്ങൾ ഈ വെള്ളം കണ്ടു എന്ത് ശുദ്ധമാണെന്ന്. നമ്മുടെ എൻ്റയർ ജേണിയിൽ നമുക്ക് ഇത്രയും ക്ലിയർ ആൻഡ് ക്രിസ്റ്റൽ ആയിട്ടുള്ള വെള്ളം തന്നെ കാണാൻ പറ്റും. ഇത് മാങ്ങയാണെന്ന് പറഞ്ഞ് പെറുക്കാൻ പോയതാണ്. അപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഇത് മാങ്ങയല്ല ഓതളങ്ങയാണെന്ന്, കഴിച്ചാൽ ഓൺ ദ സ്പോട്ട് മരിക്കുമെന്നും. എനിക്ക് വിശ്വാസം വരാണ്ട് ഞാനൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ശരിയാണ്, ഇതിൻ്റെ വേറൊരു പേര് സ്യൂസൈഡ് ട്രീ എന്നാണ്.
കാണുന്നതാണ് ഈ ബോട്ടിന്റെ ഓണർ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ.